എന്തായാലും ഇയാളുടെ ടാലന്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാൻ ഇന്നലെ കാല് പോയി ഞാൻ ടെസ്റ്റ് ചെയ്തായിരുന്നു. എന്തോന്ന് കാലിന്റെ എന്റെ അല്ലേ? ടാലന്റിന്റെ എല്ലിന്റെ അല്ല, ടാലന്റ്. അതായത് ഇയാൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ നൈപുണ്യം, ഇയാളുടെ ക്വാളിറ്റി എങ്ങനെ അവിടെ തൊട്ടല്ലേ പഠിപ്പിച്ച് നമ്മൾ തുടങ്ങേണ്ടത്. അതെ, അപ്പൊ നമുക്ക് വവൽസിനെ കുറിച്ച് പഠിപ്പിക്കാം. എന്താ ഇംഗ്ലീഷിലേക്ക് വവ്വാലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്റെ പൊന്നു വെച്ചാൽ അതാത് കാര്യം. മറ്റേ നിപ്പാന്ന് പറഞ്ഞ പനി പഠിച്ചു. നിപ്പ വരുത്തുന്ന വവ്വാലൊന്നും അല്ല. ഇത് വവൽസ് എന്ന് പറഞ്ഞാൽ എയ്യോ ഇംഗ്ലീഷിന്റെ ഒരു സ്വരാക്ഷരങ്ങളാണ്. എന്നാ പിന്നെ സാർ പഠിപ്പിച്ചു. അത് ശരി. അപ്പൊ ആൽഫാബറ്റിനെ കുറിച്ച് അല്ലേ? ആരും പെട്ടെന്നോട് ആൽഫാബറ്റ്, ഇംഗ്ലീഷ് ആൽഫാബറ്റിനെ കുറിച്ച് പഠിക്കുന്ന കാര്യം. ആൽഫാബറ്റ് ആ പുള്ളി പറ്റപ്പോ ഞങ്ങൾ പോയായിരുന്നു. മറ്റേ പെങ്കൊച്ചല്ലായിരുന്നു 28 കെട്ടിന് ഞാനും ഞങ്ങളുടെ അമ്മയുടെ അനിയത്തിയും കൂടെ പോയത് ഞങ്ങളുടെ എന്റെ ഓട്ടോറിക്ഷയില്. എന്നാ പിന്നെ അങ്ങ് കിടക്കാൻ തരുന്നു കട്ടിലങ്ങ് നിവർന്ന് പോയപ്പോ ഇളങ്ങി വന്നേ. നിങ്ങൾ ആരുടെ കാര്യം? ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഈ അടുത്തൊരു ഇയാളുടെ നൈപുണ്യം അറിയാൻ വേണ്ടി ഒരു കാര്യം ചോദിക്കാം. അതായത് അവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ട്, അത് തന്റെ ബൈക്കാന്ന് എങ്ങനെ പറയും? എന്റെ ബൈക്ക് അല്ല. അത് മലയാളത്തിൽ പറയാനല്ല, ഇതൊരു ടിപ്സ് ആണ്. അതായത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാന്നുള്ള ചെറിയ ഇംഗ്ലീഷിൽ പറയണം. നോ ബൈക്ക് എന്റെ അല്ല, ബൈക്ക് നോ. അപ്പൊ ഇംഗ്ലീഷ് പാച്ചാൻ തന്നെ വന്നതാ. ഒരു ക്വാളിറ്റി ഇല്ല, ഒരു സ്കൂളിന്റെ വരാന്തയും കണ്ട ഇല്ലാത്ത ആളാണ് ഇവിടെ വന്ന് ഇംഗ്ലീഷ് പറയാൻ വന്നിരിക്കുന്നത്. ജീവിത മാർഗമല്ല സാറേ, അമേരിക്കയിൽ പോയി ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നു സാർ. എങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ? അതിന് നിസ്സാരമായ ഒരു കാര്യമുള്ളൂ. ഉദാഹരണത്തിന് നമുക്കിപ്പോ തമിഴത്തിയോ ഇംഗ്ലീഷുകാരിയോ ഹിന്ദിക്കാരിയോ ഒന്നുമില്ല. പെണ്ണുങ്ങളുടെ അടുത്ത് ചെന്നിട്ട് ഒരു നൈറ്റിയോ ഒരു ചുരിദാറൊക്കെ വാങ്ങിച്ച് അവർ ഇഷ്ടാനുസരണം കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവര് തലയും കുത്തി വീഴത്തില്ല ഇതുപോലെ. അല്ല അതുപോലെ പിന്നല്ലാതെ ഒരു സംഭവം സാറേ. അതായത് ഞാൻ ഈ പ്രേമിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ മദാമയ്ക്ക് ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ എങ്കിൽ പിന്നെ അത് പാചകം ചെയ്ത് കൊടുത്തപ്പോഴേ വേറൊരു വിഷയമാണ്. എനിക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി കൊടുക്കാനെടുത്ത് ഇതിന്റെ മറ്റേ പരിപാടി അറിയാൻ പാടില്ല. ഇത് മസാല പുരട്ടി അങ്ങ് വറുത്ത് കൊടുത്താൽ മതിയോ? മസാല പുരട്ടുമ്പോഴേ ടേസ്റ്റ് വരുന്ന ചിക്കന്. ഈ മസാലയുടെ കേസ് ഇത് എങ്ങനെ അഡ്ജസ്റ്റ്? അത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത കൊച്ചു പിള്ളേർക്ക് റെസിപ്പി ഉൾപ്പെടെ വരത്തില്ലേ? ഇന്നത്തെ കാലത്ത് എല്ലാം യൂട്യൂബിലില്ലേ? അതില്ലേ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിൽ ആ മറ്റേ ഫോൺ എടുത്തിട്ട് അതിനകത്ത് മറ്റേ ആ മൈക്കിന്റെ സാധനമില്ല, അതിൽ നെക്കിയിട്ട് പറഞ്ഞാൽ മതി. മസാല വീഡിയോസ് പെട്ടെന്ന് വേണേ, മസാല വീഡിയോസ് പെട്ടെന്ന് വേണേ. സാറേ എന്തോടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി എപ്പ ചിക്കൻ കറി വെക്കാൻ വേണ്ടിട്ടാ? മസാല ചിക്കൻ കറി വെക്കുന്ന മസാല അല്ലല്ലോ, ഇത് കാണാനാണോ ഞാൻ പറഞ്ഞത്? സാറപ്പ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റത്തില്ല. എടോ എന്ത് വർത്താനോടോ? ഇങ്ങനെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷ്? ഇയാൾക്ക് പെരുമാറാൻ അറിയോ? ഒരു പെണ്ണടിക്കുന്നിടത്ത് പെരുമാറുന്നത് ഇങ്ങനെയുള്ള സാറേ ചിലപ്പോ അയാൾക്ക് അറിയാൻ പാടില്ല പറ്റിയതായിരിക്കും. ഫോണിനെ കുറിച്ചൊന്നും സോറി സാറേ, പോട്ടെ. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി വന്നല്ലേ. പോട്ടെ സാറ്, അങ്ങനത്തെ ഒരു ചൂടനാണ്, ചേട്ടനൊന്നും വിചാരിക്കണ്ട. ഒന്നും പഠിപ്പിക്കാനല്ല, ഇവന്റെ ഫീസും കൊടുത്ത് പറഞ്ഞു. അല്ല വേണ്ട സാറേ. സാർ ഒരു കാര്യം ചെയ്യും, എനിക്ക് വേണ്ടി സാർ ഒരു ഉപകാരം ചെയ്യും. സാർ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനെന്ന് ഉറപ്പിച്ച് വെച്ചേക്കുക. ഒരു കാര്യം ചെയ്യും, ആ ഇംഗ്ലീഷ് അറിയാവുന്ന മദാമേനെ സാർ അങ്ങ് എടുത്തേച്ച് ഈ മലയാളം അറിയാവുന്ന ഈ മദാമേനെ എനിക്ക് ഇങ്ങനെ തരാവോ?